പരിചയമില്ലാത്ത സ്ഥലത്ത് ഇവനെ ആക്കുന്നതിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഇവനേ ഉള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞ സ്വന്തം വീട്ടിലാക്കിയതുപോലൊരു തോന്നൽ. പോകാം. എന്നാ ഞാനങ്ങോട്ട് കേറിയാട്ടെ. ചേട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എത്രയാ ഓട്ടോ ചാർജ്? 45. 45 രൂപയോ? കുത്തിരി പിടിച്ച് പുറത്തിറ. അമ്മ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞു. അല്ലെങ്കിൽ വിട്ടാരെ പഴംപുരയ്ക്ക്. ആ ഇതാ വെച്ചു. അമ്മയുടെ കാശൊന്നും വാങ്ങണ്ട. ഓക്കെ. ഇതൊന്നും വേണ്ട മോനെ. അമ്മയൊന്നും പറയണ്ട, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം. അതെ അതെ, ആയിക്കോട്ടെ. ശരി പോടാ പറ്റി. ഹലോ പ്രശാന്തേ. വാടാങ്ങോട്ട്. സത്യം പറയാലോ, ഞാനിങ്ങനെ ഒരു നല്ല സ്വീകരണമല്ല പ്രതീക്ഷിച്ചത്. പിന്നെ സാർ എന്തോന്ന് സ്വീകരണമാണാവോ പ്രതീക്ഷിച്ചത്? എനിവേ താങ്ക്സ് അലോട്ട്. പിന്നെ ചേട്ടന്റെ പേരെന്താ? എന്തോ ഞാൻ കൊള്ളാം. ഇവനാള് കൊള്ളാലോ. പട്ടി മോനെ, ഈ കോളേജിലെ സീനിയേഴ്സ് ആയ ഞങ്ങളോട് വെറും ജൂനിയറായ നീ ഒരു മാനേഴ്സും ഇല്ലാത്ത പേര് വയ്ക്കുന്നു. അല്ല, ഞാൻ ജൂനിയേഴ്സ് എല്ലാം കൃത്യസമയത്ത് ജോയിൻ ചെയ്തു, ഇവൻ മാത്രം ലേറ്റ്. എന്താടാ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ലേറ്റ് ആയി വരുന്നവർക്ക് ഒരു പണി കൊടുക്കുന്നത് ഞങ്ങളുടെ. അത് കണ്ടോ നീ? ലേഡീസ് ഹോസ്റ്റൽ. അത് നിനക്ക്, ഞങ്ങൾക്ക് സ്വപ്നമാളികടാ, സ്വപ്നമാളിക. കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നടുക്കിരിക്കുന്ന ക്ലീൻ ഷേവ് ചെയ്ത സുന്ദരി. അയ്യോ, അതൊരാണല്ലേ? മിണ്ടായിരിക്കടാ, അവളൊരു മിസ് വേൾഡാടാ. മിസ് വേൾഡ്. ശ്യാമേട്ടൻ എങ്ങനെ ഇവിടെ കയറി പറ്റി? ആദ്യം ഞാൻ എന്റെ വലത് കാലെടുത്ത് വെച്ചു, പിന്നെ ഇടത്ത് കാല്, പിന്നെ ഇങ്ങനെ 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 ഒരു കാറ്റ് ബാക്ക് ആയിരുന്നു. സത്യം പറ, എങ്ങനെ ഇവിടെ എത്തിയത്? എന്നെ ശ്യാമേട്ട ശ്യാമേട്ട എന്ന് വിളിക്കരുത്, എനിക്ക് ശ്യാമേ ശ്യാമേ എന്ന് വിളിക്കുന്ന കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ അവിടെ വന്നത്. ദാം തിരക്കട ദോം തിരക്കട ദീം തിരക്കട ദത്തിരക്കട. പഠിച്ചിട്ടുണ്ടോ? കലാമണ്ഡലല്ലേ? ഏത് പഠിച്ചിട്ടില്ലേ? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, മുളക് പൊടി, അരിപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പലതരം പൊടിക്കലും എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഡാൻസ് പഠിപ്പിച്ച് നമ്മളെല്ലാരും ഈ പടിയിൽ വന്ന് ഇങ്ങനെ ഇരിപ്പായി. നീ ഇപ്പോൾ ആ സുന്ദരിയുടെ അടുത്ത് ചെല്ലുന്നു, എന്നിട്ട് ഞങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യുന്നു. എങ്കിൽ നിനക്ക് ഞങ്ങളുടെ അന്തപുരത്തിൽ ഒരു സേവകനായിട്ടെങ്കിലും കഴിയാം. അത് ഞാൻ ഞങ്ങൾ പറിക്കും കേട്ടോടാ. ഇനി എല്ലാം ഈ പുതിയ ഈരയുടെ ഇഷ്ടം പോലെ. അല്ല, ഞാൻ എന്തിനാ ലിപ്സ്റ്റിക്? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ എടുത്തു. നിന്റെ സ്വഭാവം അങ്ങനെയാ. ഒരു മിനിറ്റ്. എൽസിയോ? അല്ല, ഞാൻ എന്താടോ മിണ്ടാടെ പൊട്ടിപ്പോയോ? ഒന്ന് വേഗം പറയടോ. ഹോസ്റ്റലിലെ പിള്ളേർ എന്ത് വൃത്തികേട് കാണിച്ചാലും ന്യായീകരിക്കാനും രക്ഷിക്കാനും ഇവിടെ ചിലരുണ്ടല്ലോ. പിള്ളേരെ തോളി കൈയിടുന്നതും അവരെ കൊണ്ട് തോളി കൈയിടിക്കുന്നതുമാണ് നല്ല അധ്യാപന്റെ ലക്ഷണമെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുന്ന ചിലർ. അങ്ങനെ നമ്മളെയൊക്കെ കൊച്ചാക്കുന്ന ചിലർ. അവരിനി ഇതെങ്ങനെ ന്യായീകരിക്കുന്നത് എനിക്കൊന്ന് കാണും. അതിനിപ്പോ എന്താ പറ്റിയത് എനിക്കല്ല, ഒരു പാവം സ്റ്റുഡന്റാ. ഇന്നലെ വന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇതാ ഇന്നിപ്പോ TC വാങ്ങാൻ പോകുന്നു. കാരണം ഞാൻ പറയണ്ടല്ലോ, മെൻസ് ഹോസ്റ്റലിലെ വീരപുത്രന്മാരുടെ റാഗിങ്. ജാമ്യം കിട്ടാത്ത ക്രൈമാ റാഗിങ്. ഇൻഫാക്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാ വേണ്ടേ. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൽ അത് ചെയ്യില്ലല്ലോ. കാരണം പിള്ളേരെ മയക്കിയ പോലെ അദ്ദേഹത്തെ മയക്കി വെടി വെച്ച് വീഴ്ത്തിയിരിക്കുകയല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ശ്രീരേഖയ്ക്ക് കുറ്റം, എന്റെ പിള്ളേർ എന്ത് ചെയ്താലും അതിനേക്കാൾ കുറ്റം. പക്ഷെ ഈ പറയുന്നൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. അപ്പോ ഞാൻ പറഞ്ഞതാ കുറ്റം, പച്ചക്കള്ള. ഇവിടെ പിള്ളേർക്ക് ഫീസ് കൊടുത്തും ഡ്രസ്സ് കൊടുത്തും ഒക്കെ പഠിപ്പിക്കുന്ന കരുണാമയനായ ദൈവം ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താ കൊള്ളാം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പ്രശാന്ത്. അതെ. അപ്പൊ ഞാൻ കേട്ടത് ശരിയാണ്. ഞാൻ TK രാജശേഖരൻ, ഹോസ്റ്റൽ വാർഡനാണ്. ആ സ്ഥിതിക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു, എന്നെ വന്നൊന്ന് കാണാമായിരുന്നു. സാരമില്ല, വാ. കാര്യമുണ്ട്, താൻ വാ. ആദ്യം ന്യൂൺ ഷോ, അത് കഴിഞ്ഞ് ലഞ്ച് DTH. എങ്ങനെയുണ്ട് പരിപാടി?
നമുക്കൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്താലോ? നീ ഒരു കാര്യം തീരുമാനിക്കണ്ട, അതിന് ഞങ്ങൾ സീനിയേഴ്സ് ഉണ്ട് ഇവിടെ. സീനിയേഴ്സ് ഇരിക്കുമ്പോ നീ ആളാവണോ? മുട്ടേന്ന് വിരിഞ്ഞില്ലല്ലോടാ. അതൊക്കെ ചേച്ചിയുടെ ഓരോരോ തെറ്റിദ്ധാരണകളാ. എന്താടാ ഇവിടെ? അതിവിടെ വെറുതെ വെച്ചിട്ട് പോടാ. അല്ലേലും അവന് ഇത്തിരി സൂക്കേട് കൂടുതലാ. കൈമാരിക്ക കൈമാരിക്ക. അല്ല, ഈ വാനിട്ടപ്പറക്കണം ദോശ, ഈ ഓലപ്പടക്കം പോലെ സമൂസ, ഈ ബാറ്ററി പോലത്തെ പുട്ടും അല്ലാണ്ട് വേറൊന്നുകൂടില്ല. അല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഉണ്ടാകുമെങ്കിൽ അടുത്തിരിക്കണുണ്ടമ്പരി എടുത്തിനടാ. നിനക്കൊന്നും തരുന്നില്ല. പോ. അയ്യോ ചേട്ടാ പോവല്ലേ. എടാ, ക്രിക്കറ്റ് കാശിടുന്ന വേറെ പിള്ളേരുണ്ട്. അയ്യോ ചേട്ടാ പോവല്ലേ. അയ്യോ ദാഹം കൊണ്ടാണേ. അങ്ങനെ വഴിക്ക് വാ. എടാ, കഴിഞ്ഞ 3 മാസത്തെ പറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച തരാന്ന് പറഞ്ഞേ. വെള്ളിയാഴ്ച ഇനിയുണ്ടല്ലോ, ശനിയാഴ്ച ഉണ്ടല്ലോ. ഗോപാലേട്ടാ, വിശ്വാസം അതല്ലേ എല്ലാം. അതന്നെ. നിങ്ങൾ ആരും തരണ്ട. നിന്റെയൊക്കെ അപ്പേട്ട പോക്കറ്റ് ഞാൻ എടുത്തോളാം കേട്ടാ. അതേ വന്നല്ലോ. നിങ്ങൾ ഇന്നലെ എന്താ ഇവനോട് കാണിച്ചത്? മേലാൽ ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ ലേഡീസ് ഹോസ്റ്റലിലെ ശ്യാം കൃഷ്ണൻ മനുഷ്യജീവിയല്ലെന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും കൂടപ്പറപ്പായിരുന്നെങ്കിൽ അയാളോട് ഇത് ചെയ്യുവോ? ഇവനോട് മാപ്പ് പറയണം, പറഞ്ഞേ പറ്റൂ ഈ തോന്നിവാസത്തിന്. അപ്പേട്ട ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ കുസൃതി കാണിക്കുന്നേ. അത് കുസൃതി. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് കുസൃതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ വന്ന ഒരുത്തിന് വേണ്ടിയിട്ടാണ് അപ്പേട്ട ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ കൊച്ചാക്കുന്നത്? അല്ല, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കൊച്ചാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വാശി പിടിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, മാപ്പ് പറയണം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലെന്നെ. ഒരു വിഷമം കൂടിയുണ്ട് ഇപ്പം. ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ കുട്ടികൾ അനുസരിക്കുമെന്നായിരുന്നു ഈ നിമിഷം വരെ എൻ്റെ അഹങ്കാരം. അങ്ങനെ അപ്പേട്ടനും കുട്ടികളും അടിച്ചെന്ന് തീരുങ്കാറ്റേ. കോളേജ് അത്ര കോളേജ് ഒരടി കണ്ടിട്ട് എത്ര കാലായി. എന്താ എല്ലാരും കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? അങ്ങേരെ പിണക്കിയപ്പോ ആർക്കും മനസമാധാനം കിട്ടുന്നില്ലല്ലേ? അങ്ങേര് നിങ്ങളെ അനിയന്മാരായിട്ട് മാത്രമല്ല മക്കളായിട്ട് ഓടി കാണുന്നത്. നിങ്ങളെ മാത്രമല്ല ഇടപഴകിയ ഓരോ കുട്ടിയെയും. അതുകൊണ്ട് ഈ കോളേജിൽ അങ്ങേരെ പണ്ടേ അപ്പേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒരേ സമയത്ത് അപ്പനും ഏട്ടനും അങ്ങേരെയും അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുമോ? ഗോപാലട്ട, എത്രയോ കുട്ടികളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല. അതങ്ങനൊരു ജീവിതം. ആ മനുഷ്യനെ പിണക്കരുത് മക്കളെ, ദൈവദോഷം അത്.